റെയിൽവേ ലെവൽ ക്രോസുകൾ മൂലം ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് കൊല്ലം മൈനാഗപ്പള്ളി പ്രദേശവാസികളുടേത്. ഇവിടെ റെയിൽവേ മേൽപ്പാലം പണിയണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. മൈനാഗപ്പള്ളി പ്രദേശത്ത് റെയിൽവേയുടെ 3 ലെവൽ ക്രോസുകളാണുള്ളത്. ഇവിടെ നിന്നും ഇത് കടന്നു മാത്രമേ പ്രധാന റോഡുകളിലെത്താൻ സാധിക്കൂ. ഇടവിട്ടടയുന്ന ലെവൽ ക്രോസുകളിൽ കുടുങ്ങി താളം തെറ്റിയാണ് പ്രദേശവാസികളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രിയിലേക്ക് രോഗികളെയും കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഈ ലെവൽ ക്രോസുകൾ വില്ലനാകുന്നു. 15 മിനിറ്റ് വരെ റെയിൽവേ ക്രോസുകൾ കുടുങ്ങി രോഗി മരിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാമ്പുകടിയേറ്റ് ചികിത്സ കിട്ടാതെ ഗേറ്റ് കീപ്പറുടെ മകൻ മരിച്ചതും അക്കൂട്ടത്തിൽ ഉൾപ്പെടും. അടഞ്ഞ റെയിൽവേ ഗേറ്റിന് മുന്നിൽ പ്രസവിക്കേണ്ടി വന്ന അജിതയുടെ അനുഭവം ഇങ്ങനെ. പോകാനായിട്ട് അവിടെ ചെന്നപ്പോ ഇങ്ങനെ വീണ്ടും ഗേറ്റ് അടവാ. അങ്ങനെ പിന്നെ 10-15 മിനിറ്റ് അവിടെ കിടന്നു. അന്നേരം ഗേറ്റ് അടച്ചത് കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സുഖമില്ലാതായ വണ്ടി വെച്ച് തന്നെ പ്രസവിച്ച്. പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ഡോക്ടർ പറഞ്ഞിങ്ങനെ ഭാഗ്യം കൊണ്ടാ കുഞ്ഞ് രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ താമസിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. റെയിൽവേ മേൽപ്പാലം മാത്രമാണ് ഏക പോംവഴിയെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ 2 റെയിൽവേ ലൈനുകൾ കൂടി മിനിറ്റുകൾ ഇടവിട്ട് ട്രെയിനുകൾ കടന്നു പോവുകയാണ്. ഒരു തവണ ഗേറ്റ് അടച്ചാൽ 3 ട്രെയിനുകൾ പോകേണ്ട സാഹചര്യവും ഈ ഗേറ്റുകൾ അടയ്ക്കുന്നതോടുകൂടി ഉണ്ടാകുകയാണ്. മേൽപ്പാലമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.